നമസ്കാരം. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ നൽകിയ ഹർജി ഇന്ന് അവിടുത്തെ കർണാടകയിലെ ഹൈക്കോടതി പരിഗണിക്കാൻ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഇതാ CMRലുമായിട്ടും അതല്ലെങ്കിൽ ഈ തോട്ടപ്പള്ളിയിലെ മണൽ വാരലുമായി ബന്ധപ്പെട്ട് സർക്കാർ പൂഴ്ത്തിവെച്ച പല കണക്കുകളും ഇപ്പോൾ പുറത്തു വരികയാണ്. മാത്യു കുഴൽനാടൻ MLA നിയമസഭയിൽ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ പൊട്ടിത്തെറിക്കുകയും നിയമസഭയ്ക്കകത്ത് എന്തും പറയാമെന്നും എന്തും അനാവശ്യം പറയാമെന്നുമാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചതാണ്. പക്ഷേ പിന്നീട് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ രേഖകളെല്ലാം കൂടി വെച്ചുകൊണ്ട് വീണ്ടും ആ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് മിണ്ടാതെ കഴിഞ്ഞു. പിന്നീട് വന്നപ്പോൾ കേസും വഴക്കും എല്ലാം കൂടി വന്നപ്പോൾ അന്വേഷണങ്ങളൊക്കെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദാ എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് തള്ളുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ സ്വകാര്യ മണൽവാരൽ കമ്പനി കർത്തയുടെ മണൽവാരൽ കമ്പനിയുമായിട്ട് അവിഹിതമായ ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു സർക്കാരിനും സർക്കാരിൻ്റെ ഈ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും ഒക്കെ എന്നത് വ്യക്തമാകുന്ന ചില രേഖകളാണ് പുറത്തു വരുന്നത്. പ്രധാനമായിട്ടും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് ഈ തോട്ടപ്പള്ളിയിൽ മണൽ വാരാൻ അനുവാദം കൊടുത്തിരുന്നത്. പക്ഷേ അതിൻ്റെ മറവിലാണ് ഈ സ്വകാര്യ കമ്പനിക്ക് കർത്തയുടെ കമ്പനിക്കും അനുവാദം നൽകിയത്, മണൽ വാരാനുള്ള അവസരം ലഭിച്ചത്. അതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഇപ്പോൾ ഈ മാസപ്പടി ഉയർന്നു വന്നതും മാസപ്പടി കൊടുക്കേണ്ടി വന്നതും അതിപ്പോൾ വിവാദമായതും. ഒരു കാര്യം നമുക്കറിയാം, ഈ നമ്മുടെ കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാനമായ കേരള മിനറൽ ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കമ്പനിയായ IRL എന്ന് പറയുന്ന കമ്പനിയുണ്ട്. അതായത് ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കുമാണ് മണൽ വാരാനുള്ള അനുവാദം കൊടുത്തിരുന്നത്. ഇതിൽ നമ്മുടെ KMMLന് കൃത്യമായിട്ട് ഈ മണലിലെ സിന്തറ്റിക് ശുദ്ധീകരിച്ച് മാറ്റിയെടുത്തിട്ട് അത് സിന്തറ്റിക് റൂട്ടൽ എന്ന് പറയുന്ന സംസ്കരിച്ച ഒരു ധാതു വസ്തു ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രത്യേക കഴിവ് ഈ KMMLനുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നിട്ട് കൂടിയും ഈ KMML സ്വകാര്യ കമ്പനിയിൽ നിന്നും CMMRൽ നിന്നും ഈ സിന്തറ്റിക് റൂട്ടയിൽ വാങ്ങി എന്ന വിവരങ്ങൾ 2019 വരേക്കും വാങ്ങി. 2018 മണൽ വാരാൻ KMMLന് അനുവാദം കൊടുത്തെങ്കിൽ പോലും അവർ മാറാതെ ആ മണൽ വാരൽ സംവിധാനം CMRൽ വിട്ടുകൊടുത്തിട്ട് അവരിൽ നിന്നും ഈ സിന്തറ്റിക് റൂട്ടൽ സംസ്കരിക്കെടുക്കുന്ന അവർക്കുള്ള സാങ്കേതിക വശം ഉണ്ടായിരുന്നിട്ട് അത് ഉപയോഗിക്കാതെ വൻ വിലയ്ക്ക് അവരിൽ നിന്ന് പണം വാങ്ങി എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ, അതായത് ഈ സ്വകാര്യ കമ്പനിക്ക് അനുവാദം കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും ഈ കമ്പനി ഇടപെട്ടതിൻ്റെ രേഖകൾ പരാതിക്കാരർ കൂടുതൽ പുറത്തു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിന് CMR സഹായം ചെയ്തതിൻ്റെ കാരണം എന്തൊക്കെയാണെന്നും പരാതിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ E-way ബില്ല് പ്രകാരം CMRലിൻ്റെ പക്കൽ നിന്നും KMML 2018 ഓഗസ്റ്റ് മുതൽ സിന്തറ്റിക് റീറ്റെയിൽ വാങ്ങി. ഓഗസ്റ്റ് 27 ആദ്യ ലോഡ്, 3 ദിവസം കൊണ്ട് 10 ലോഡ്, സെപ്റ്റംബറിൽ 45 ലോഡ്, ഒക്ടോബറിൽ 8 ലോഡ്, 2019 മാർച്ചിൽ 23 ലോഡ്, ഏപ്രിലിൽ 35 ലോഡ്, മെയ്യിൽ 3 ലോഡ്, ജൂണിൽ 55 ലോഡ് എന്നിങ്ങനെ വാങ്ങി എന്നാണ് കൃത്യമായ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ലോഡിന് 27 ലക്ഷം രൂപയാണ് കൊടുത്തിരുന്നത്. ചില ലോഡുകൾക്ക് 5 ലക്ഷം രൂപയും കൊടുത്തിരുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നുവെന്നും അത് തെളിയിക്കാനാണ് E-way ബില്ലുകൾ, കൃത്യമായ E-way ബില്ലുകൾ ഉണ്ടെന്നും അത് തെളിയിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും CMRൽ നിന്നും സിന്തറ്റിക് റൂട്ടിൽ KMML വാങ്ങുന്നില്ലെന്ന് വ്യവസായ മന്ത്രി P. രാജു ഇക്കഴിഞ്ഞ ജനുവരി 30 നിയമസഭയിൽ മറുപടി നൽകിയിരുന്നു. 2018 2019 വാങ്ങിയ കാര്യം മറുപടിയിലില്ല. അതേസമയം 2018 തോട്ടപ്പള്ളിയിൽ നിന്നും ധാതുമണൽ ഖനനം തുടങ്ങുന്നതുവരെ CMR ധാതു മണൽ ജപ്പാനിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്നതായാണ് E-way ബിൽ പ്രകാരമുള്ള രേഖകൾ വരുന്നത്. എന്തായാലും തോട്ടപ്പള്ളി മണൽ ഇറങ്ങിയതോടെ ഇറക്കുമതി നിർത്തി KMMLൽ നിന്നും കൊല്ലത്ത് നിന്നും മറ്റും വാരാൻ അനുമതി നൽകിയതിനാൽ ഇപ്പോഴും CMRലിന് നൽകുന്നുണ്ടെന്നും E-way ബില്ലുകൾക്ക് വ്യക്തമാകുന്നുണ്ട്. ഇതുകൂടാതെ ഇറക്കുമതി വീണ്ടും തുടങ്ങുകയും ചെയ്തു. കേരള തീരത്തെ ധാതു മണലിനാണ് വ്യവസായ മേഖലയിൽ വലിയ ഡിമാൻഡുള്ളത്. എന്തായാലും നിയമസഭയിൽ പോലും അങ്ങനെ CMMRൽ നിന്നും ഈ സിന്തറ്റിക് റൂട്ടിൽ വാങ്ങുന്നില്ല എന്ന് വ്യവസായ മന്ത്രി പറയുമ്പോഴും കൃത്യമായ
വ്യക്തമായ രേഖകൾ പറയുന്നു. ഈ പറഞ്ഞ കാലയളവിലും അവിടുന്ന് eBay ബില്ലുകൾ പിന്നെ വിളിച്ചു പറയുന്നു ഇങ്ങനെ പണം വാങ്ങിയിട്ടുണ്ട് എന്ന്. എന്തുതരം പിന്നെ കൃത്രിമമാണ്, അഴിമതിയാണ് ഇതിന്റെ പിന്നിൽ. വളരെ വലിയ പിന്നെ അഴിമതിയാണ് ഇത് നടന്നിരിക്കുന്നതെന്ന് വ്യക്തമായ രേഖകളാണ് പുറത്തു വരുന്നത്. എന്നിട്ടാണ് നിയമസഭയിൽ വന്നിട്ട് മുഖ്യമന്ത്രി എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത്. എന്തൊരു ഗതികേടാണ്, എന്തൊരു പാപ്പരത്വമാണത്.